മുള്ളംപന്നികൾ ഏറ്റവും ആക്ടിവിറ്റിയുള്ള ഒരു പ്ലേസാണ്. എനിക്ക് തോന്നുന്നു ഉള്ളിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ റോഡിൻ്റെ അടുത്തുള്ള ഈ ഒരു പ്ലേസിൽ ഒരുപാട് മുള്ളംപന്നികളുണ്ട്. അപ്പോൾ ഇതൊക്കെ മുള്ളംപന്നി സഞ്ചരിക്കുന്ന ചെറിയ ചെറിയ റൂട്ടുകളാണ്. പിന്നെ ഇതുവഴി ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മടയിലോട്ടാണ് പോകുന്നത്. ഇതുവഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ മുള്ളംപന്നികളുണ്ട്. പക്ഷേ എനിക്ക് തോന്നി അവിടെ തന്നെക്കാളും സാന്നിധ്യം ഈ ഒരു സ്ഥലത്തുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ചെറിയ വഴി പോലെ കിടക്കുന്നില്ലേ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ മുള്ളംപന്നികൾ നിരന്തരം സഞ്ചരിച്ചുണ്ടായ ആ ചെറിയ വഴികളാണ് ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് മുള്ളംപന്നികളുടെ കാഷ്ടമൊക്കെ ഞാൻ കിടക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ ആ വഴി പോലെ കിടക്കുന്നത്, ഇവിടെ അതിൻ്റെ ആ കാലിൻ്റെ പ്രിൻറ്റുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. മുള്ളംപന്നിയുടെ ആ ഒരു ഫുട് പ്രിൻറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് കയറിപ്പോയാൽ അവിടെ ഒരു കിടിലൻ മുള്ളംപന്നിയുടെ മടയുണ്ട്. അവിടെ നിന്നാണ് ഇത് ഇറങ്ങി വരുന്നത്. രാത്രിയാകുമ്പോഴേ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ ഇറങ്ങി ഇതുവഴിയൊക്കെ ഇത് സഞ്ചരിക്കും. ഇവിടെ നിന്ന് കിട്ടിയ മുള്ളംപന്നിയുടെ മുള്ളാണിതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ചെറുതാണ്. എനിക്ക് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ മുള്ളുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു മുള്ളിങ്ങനെ തറഞ്ഞിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചതല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചതല്ല. ഇത് നാച്ചുറലി ഇങ്ങനെ തറഞ്ഞിരിക്കുന്നതാണ് കണ്ടോ. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ മുള്ളംപന്നി ഇപ്പോൾ ഇതുവഴി മുന്നോട്ട് സഞ്ചരിക്കുമല്ലോ, മുന്നോട്ട് സഞ്ചരിച്ചിട്ട് എന്തെങ്കിലും കാരണവശാൽ ഇത് പുറകിലോട്ട് സഞ്ചരിക്കുമ്പോൾ ഇതിൻ്റെ മുള്ള് തറഞ്ഞ് കയറുന്നതാണ്, സ്വാഭാവികമായിട്ട് തറഞ്ഞ് കയറിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ശത്രുക്കളെ ആക്രമിക്കുന്നത് മുള്ളംപന്നി. ഇപ്പോൾ ഇതിങ്ങനെ മുള്ളിങ്ങനെ അതിൻ്റെ ദേഹത്തിരിക്കുമെന്ന് വെച്ചോ, അപ്പോൾ അതിങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ നടന്നിട്ട് നമ്മൾ ശത്രുക്കളെയൊക്കെ കാണുമ്പോൾ ശത്രുവിൻ്റെ അടുത്ത് ഓടി വന്ന് പുറകു തിരിഞ്ഞ് ഓടി വരും, പുറകിലോട്ട് ഓടി വന്ന് ഒറ്റ കയറ്റം കയറും. അപ്പോൾ ഈ മുള്ളിൻ്റെ ദേഹത്ത് ശത്രുവിൻ്റെ ദേഹത്ത് തറഞ്ഞ് കയറും. ഇത് മുന്നോട്ട് പോകുമ്പോൾ ആ മുള്ള അവിടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് മുള്ളംപന്നി ആക്രമിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴേ നല്ല കൗതുകമായിട്ട് തോന്നി, കാരണം ഞാൻ എടുത്ത് വെച്ചതല്ല. അപ്പോൾ എനിക്കങ്ങനെ നാച്ചുറലി ഇങ്ങനെ ഒരു സംഭവം കാണാനായിട്ട് സാധിച്ചു. പിന്നെ ആ ഒരു ഭാഗത്ത് അവിടെയാണ് എൻ്റെ യഥാർത്ഥ മടയെന്ന് പറഞ്ഞാൽ കേട്ടോ. അങ്ങോട്ടൊന്ന് കയറിപ്പോവാം. ഇത് കയറി പോകുന്നിടത്തെല്ലാം ചെറിയ ചെറിയ മുള്ളുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഇതെല്ലാം നല്ല നീളമുള്ള തരം മുള്ളുകളാണ്, നല്ല കൂർത്തതുകൊണ്ട്, അല്ലാതെ സ്ട്രോങ് ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള മുള്ളുകളുമുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഫുള്ള് കയറി പോകുന്നില്ല. അതാണ്ടേ ആ ഒരു ഭാഗത്ത് അവിടെ ഒരു ചെറിയൊരു തുരങ്കം പോലെ കാണുന്നത് കണ്ടോ, കാരണം ഇത് ഇത്തിരി ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ അവിടെ ഒരു തുരങ്കം പോലെ കാണുന്നില്ല, ഇതൊരു തുരങ്കം കാണുന്നില്ല. അപ്പോൾ അതാണ് മുള്ളംപന്നിയുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഗുഹയെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കുന്ന അത്ര സേഫ് അല്ല. പിന്നെ ഈ മുള്ളംപന്നിയുടെ മടയുടെ അടുത്ത് ഇതേപോലത്തെ ചെറിയ ചെറിയ എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരുപാടുണ്ടാകും കേട്ടോ. കാരണം ഈ മുള്ളംപന്നി എല്ല് കരണ്ട് തിന്നും, അറിയാമല്ലോ, അതിൻ്റെ കാൽസ്യം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ എല്ലുകളൊക്കെ, മൃഗങ്ങളുടെ എല്ലുകളൊക്കെ അത് കരണ്ട് തിന്നും. ഇത്രയും മുള്ളുകൾ ഞാൻ ഇപ്പം വന്നപ്പോഴേ കളക്ട് ചെയ്തതാണ്.